അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ അവസാനത്തെ പാഠം ലിസാനുൽ ഖുർആനിലെ അവസാനത്തെ പാഠമാണ് പഠിക്കുന്നത്, അഥവാ 9ാമത്തെ പാഠം. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ലർഫുകളെ കുറിച്ചാണ്. ലർഫുകളുടെ ഇസ്മുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ പഠിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഈ പാഠത്തിലെ 5 വരികളിലായിട്ട് ചുവന്ന നിറത്തിൽ കാണാം. ഇലൽ മക്തബത്തി, ലൈബ്രറിയിലേക്ക്. ദഹബ അഹമ്മദു, അഹമ്മദ് പോയി. ഇലാ മക്തബത്തിൽ മദ്രസത്തി, മദ്രസയിലെ ലൈബ്രറിയിലേക്ക്. മസാഅൻ, വൈകുന്നേരം. വകാന ഇൻദഹു, അവൻ്റെ അടുത്തുണ്ടായിരുന്നു. ദഫ്തറുൻ, നോട്ട് ബുക്ക്. വ കലമുൻ, പേനയും. ഖബില അൻ യദ്ഖുലൽ മക്തബത്ത, മക്തബയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, ലൈബ്രറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. കബില എന്ന് പറഞ്ഞാൽ മുമ്പ്, അതിൻ്റെ തൊട്ട് മുമ്പ് വന്ന ചുവന്ന നിറത്തിലുള്ള പദം ഇൻദഹു, അവൻ്റെ അടുക്കൽ. അതൊരു ലർഫാണ്. കബില, മുമ്പ്. കബില യദ്ഖുലൽ മക്തബത്ത, ലൈബ്രറിയിൽ അവൻ പ്രവേശിക്കുന്നതിന് മുമ്പ്. സല്ലമ, അവൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അല അമീനിൽ മക്തബത്തി, ലൈബ്രറിയിലെ ഉദ്യോഗസ്ഥനോട്. അല്ലദീ എജ്ലിസു, അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ഇൻദൽ ബാബി, വാതിലിൻ്റെ അടുക്കൽ. അപ്പോൾ ഇൻദ അതൊരു ലർഫാണ്. ബഅദ ദുഖൂലി, പ്രവേശിച്ചതിന് ശേഷം. ബഅദ മറ്റൊരു ലർഫ്, ശേഷം. ബദഅ അഹ്മദു, അഹമ്മദ് ആരംഭിച്ചു. യബ്അസു, അന്വേഷിക്കാൻ അല്ലെങ്കിൽ പരതാൻ. ബൈന റുഫൂഫിൽ കുത്തുബി, പുസ്തകങ്ങളുടെ അലമാറകൾക്കിടയിൽ. റുഫൂഫ്, അലമാറ. കിതാബൻ, ഒരു പുസ്തകം. യതഹദ്ദസു അൻ ഹിജറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഹിജറയെക്കുറിച്ച് സംസാരിക്കുന്ന, പ്രതിപാദിക്കുന്ന. യതഹദ്ദസു, പ്രതിപാദിക്കുന്നത്. അൻ ഹിജറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഹിജറയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം. വ ബഅദ കലീലിൻ, അല്പസമയത്തിന് ശേഷം. അത് വീണ്ടും ലർഫ് ബഅദ. വജദൽ കിതാബ, പുസ്തകം ലഭിച്ചു. അവൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ലഭിച്ചു. വ ജലസ, അവൻ ഇരുന്നു. ബൈന റുഫൂഫി, അലമാറകൾക്കിടയിൽ. ബൈന, ഇടയിൽ. അപ്പം നമുക്ക് പിന്നെ ലി അഖ്റഅഹു, അത് വായിക്കാൻ വേണ്ടി. ബഅദമാ അതമ്മ ഖിറാഅത്തഹു, അവൻ്റെ ഖിറാഅത്ത്, അവൻ്റെ വായന പൂർത്തിയാക്കിയപ്പോൾ. ബഅദമാ അതമ്മ, പൂർത്തിയാക്കിയതിന് ശേഷം. ഖിറാഅത്തഹു, അവൻ്റെ വായന. ആദ അഹ്മദു, അഹമ്മദ് മടങ്ങി. ഇലാ മൻസിലിഹി, അവൻ്റെ വീട്ടിലേക്ക്. ഖബല ഖുറൂബി ശംസി, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. ഖബല, മുമ്പ്. ഖുറൂബ്, അസ്തമിക്കുക. അശംസി, സൂര്യൻ. അപ്പോൾ ഇതിൽ ലർഫുകളായിട്ട് വന്നത് ഇൻദഹു, അവൻ്റെ അടുക്കൽ. ഖബല, മുമ്പ്. ഇൻദ, അടുത്ത്. ബഅദ, ശേഷം. വീണ്ടും ഒരു ബഅദ, ശേഷം. ബൈന, ഇടയിൽ. ഖബല, മുമ്പ്. ഇങ്ങനെ കുറച്ച് ലർഫിൻ്റെ ഇസ്മുകളാണ് വന്നത്. ഇനി ഇതെങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിച്ചത് എന്ന് നമുക്കെന്ന് നോക്കാം. 4 ലർഫിൻ്റെ ഇസ്മുകളെ വാക്യത്തിൽ പ്രയോഗിച്ചതായിട്ട് പേജ് നമ്പർ 37 ഫസ്റ്റിൽ തന്നെ കൊടുക്കുന്നു. നോക്കുക. ഇൻദ, അടുത്ത് എന്ന അർത്ഥത്തിനാണ് വരിക. ഇൻദഹു ദഫ്തറുൻ വ കലമുൻ, അവൻ്റെ അടുക്കൽ ദഫ്തർ, നോട്ട് ബുക്കുണ്ട്. വ കലമുൻ, പേനയുമുണ്ട്. യജ്ലിസു, അവനിരിക്കുന്നു. ഇൻദൽ ബാബി, വാതിലിൻ്റെ അടുത്ത്. ഇന്ദി, എൻ്റെ അടുത്തുണ്ട്. ഹക്കീബത്തുൻ, ബാഗ്. ബൈത്തുഹ, അവളുടെ വീട്. ഇൻദൽ മസ്ജിദി, പള്ളിയുടെ അടുത്താണ്. ഇനി നമുക്ക് നേരെ താഴെയുള്ള ബഅദ നോക്കാം. ബഅദ ദുഖൂലി, പ്രവേശിച്ചതിന് ശേഷം. ബഅദ ഖലീലിൻ, അല്പസമയത്തിന് ശേഷം. ബഅദൽ ഗുസ്ലി, കുളിയുടെ ശേഷം, കുളിക്ക് ശേഷം. ബഅദൽ വുദൂഇ, വുദൂഇന് ശേഷം. ഇനി അടുത്ത ലർഫ് കബില. കബില അൻ യദ്ഖുല, പ്രവേശിക്കുന്നതിന് മുമ്പ്. കബല ഖുറൂബി ശംസി, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. യഗ്സിൽ യദൈക, നിൻ്റെ 2 കൈകൾ നീ കഴുകുക. കബില ത്വആമി, ഭക്ഷണത്തിന് മുമ്പ്, അഥവാ ഭക്ഷിക്കുന്നതിന് മുമ്പ്. തസ്തൈഖദു ഉമ്മി, എൻ്റെ ഉമ്മ എഴുന്നേൽക്കും. കബിലൽ ഫജ്രി, പ്രഭാതത്തിന് മുമ്പ്. ഇനി ബൈന ഉപയോഗിക്കുന്നത്. ബൈനൽ കുത്തുബി, പുസ്തകങ്ങൾക്കിടയിൽ. ബൈനർ റുഫൂഫ്, അലമാറകൾക്കിടയിൽ. ബൈനത്തുല്ലാബി, വിദ്യാർത്ഥികൾക്കിടയിൽ. ബൈനൽ ബൈത്തി വൽ മദ്രസത്തി, സ്കൂളിൻ്റെയും അഥവാ മദ്രസയുടെയും വീടിൻ്റെയും ഇടയിൽ. ഇനി നക്തുബുൽ മാദി, മാദിയായ ഫീല് നമുക്ക് എഴുതണം. അപ്പോൾ ഇവിടെ മുതാരിയായ ഫീല് കൊടുത്തിട്ടുണ്ട്, അഥവാ ഭാവി വർത്തമാന ക്രിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ എഴുതേണ്ടത് ഭൂതകാലം അഥവാ പാസ്റ്റ് ടെൻസ്. ഇവിടെ പ്രസൻറ്റ് ടെൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പാസ്റ്റ് ടെൻസ് എഴുതണം. യജ്ലിസു ഇരിക്കുന്നു, അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇരുന്നു. ജലസ അവൻ ഇരുന്നു. യജ്ലിസു അവൻ ഇരിക്കും, അപ്പോൾ അവൻ ഇരുന്നു എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ജലസ ഇരുന്നു. ഇനി അതിൻ്റെ നേരെ താഴെ യദ്ഖുലു അവൻ പ്രവേശിക്കുന്നു, അവൻ പ്രവേശിക്കും, അപ്പോൾ അവൻ പ്രവേശിച്ചു എന്ന് നമ്മൾ പറയണം. അത് ദഖല. അപ്പോൾ മുദാരിയ ഫീലാകുമ്പോൾ അതിൻ്റെ ആദ്യത്തിലൊരു യാ ഓ താ ഓ അലിഫോ ഒക്കെ ഉണ്ടാവും. യാ ഒക്കെ പ്രധാനമായിട്ട് യാ കാണും ഇവിടേക്ക്. അപ്പോൾ അതങ്ങ് ഒഴിവാക്കി പറഞ്ഞാൽ മതി. ദഖല പ്രവേശിച്ചു. യുസല്ലിമു അവൻ സലാം ചൊല്ലുന്നു, അപ്പോൾ സല്ലമ സലാം ചെല്ലി, സലാം ചെല്ലി. യഖ്റഉ അവൻ വായിക്കുന്നു, അവൻ വായിച്ചു എന്ന് കിട്ടണം. ഖറഅ വായിച്ചു. യദ്ഹബു അവൻ പോകുന്നു അല്ലെങ്കിൽ പോകും, നമുക്ക് കിട്ടേണ്ടത് പോയി, അവൻ പോയി. ദഹബ അയാണ്ട് കട്ട് ചെയ്താൽ മതി. യബ്ദഉ ആരംഭിക്കും അല്ലെങ്കിൽ ആരംഭിക്കുന്നു, ആരംഭിച്ചു എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ബദഅ ആരംഭിച്ചു, തുടങ്ങി. ഇനി നഫ്അമുൽ മുഫ്രദ വൽ ജമ്മ വനുകമ്മിലുൽ ഫറാഅ. നമ്മൾ ഏകവചനവും ബഹുവചനവും മനസ്സിലാക്കിയിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കണം. ഇവിടെ ചില സ്ഥലത്ത് ഏകവചനം കൊടുത്തിട്ടുണ്ട്, ചില സ്ഥലത്ത് ബഹുവചനം കൊടുത്തിട്ടുണ്ട്. ബഹുവചനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകവചനം എഴുതണം, ഒന്നിന് പറയുന്ന പേര് എഴുതണം. ഇനി ഒന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒന്നിന് പറയുന്ന പേരാണെങ്കിൽ ഒന്നിലധികത്തിന് പറയുന്ന പേര് എഴുതണം. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ഡാഷ് ദഫാത്തിർ നോട്ട് പുസ്തകങ്ങൾ, അപ്പോൾ പാഠത്തിൽ തന്നെ പറഞ്ഞിരുന്നു നോട്ട് ബുക്ക് എന്ന്, അപ്പോൾ ദഫ്തറുൻ നോട്ട് ബുക്ക്, അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി കലമുൻ പേന, പേനകൾ എന്നാണ് പറയേണ്ടത്. അക്ലാമുൻ. ഇനി ഇവിടെ ഏകവചനം കൊടുത്തിട്ടില്ല, ബഹുവചനം കൊടുത്തു. മനാസിലുൻ വീടുകൾ, അപ്പോൾ മൻസിലുൻ വീട്, അതാണ് അവിടെ വിട്ടുപോയത്. ഇനി അടുത്ത രണ്ടാമത്തെ സെക്ഷൻ, അതിൽ മക്തബാത്തുൻ എന്തുണ്ട്? മക്തബാത്തുൻ, അവിടെ നമുക്ക് വേണ്ടത് അതിൻ്റെ ഏകവചനം കിട്ടണം. മക്തബുൻ, മക്തബത്തുൻ അല്ലേ? മക്തബാത്ത് എന്ന് പറഞ്ഞാൽ ലൈബ്രറികൾ, അവ ലൈബ്രറി കിട്ടണം. മക്തബത്ത്. ഇനി മക്തബുൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓഫീസ്, ഓഫീസുകൾ. മക്കാത്തിബുൻ. ഇനി മദാരിസ് മദ്രസകൾ എന്ന് കൊടുത്തിട്ടുണ്ട്, മദ്രസ എന്ന് കിട്ടണം. അപ്പം ഒരു വിദ്യാലയം മദ്രസ അല്ലേ? മദ്രസത്തുൻ മദാരിസ്. ഇനി കിതാബുൻ പുസ്തകം, പുസ്തകങ്ങൾ എന്ന് കിട്ടണം. കുതുബുൻ. ബാബുൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഏകവചനം, ബഹുവചനം കിട്ടണം. അബുവാബുൻ. റുഫൂഫ് ബഹുവചനം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ റഫുൻ റുഫൂഫ്. അപ്പോൾ ആ പേജും കഴിഞ്ഞു. ഇനി അടുത്ത പേജ് 38ാമത്തെ പേജിൽ വിട്ട ഭാഗം പൂരിപ്പിക്കണം. എന്താണോ പൂരിപ്പിക്കേണ്ടത് അത് മുകളിൽ ലർഫിൻ്റെ 4 ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാഹചര്യം നോക്കി നമുക്ക് ആ ലർഫിൻ്റെ 4 ഇസ്മുകളെ ചേർത്തി കൊടുത്താൽ മതി, എന്നാൽ വളരെ എളുപ്പത്തിൽ കഴിയും. സ്വല്ലൈത്തു ഞാൻ നിസ്കരിച്ചു. അൽ വുദൂഇ വുദൂഇൻ്റെ, അപ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും? വുദൂഇൻ്റെ ശേഷം എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ബാദൽ വുദൂഇ ബഅദൽ വുദൂഇ ബഅദ എന്നത് എഴുതി കൊടുക്കുക. പിന്നെ കുന്തു ഞാൻ നിന്നു. അസ്തിക ഡാഷ് അസ്തികായി എൻ്റെ കൂട്ടുകാരുടെ, അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കിടയിൽ എന്ന് കിട്ടണം. അപ്പോൾ ബൈന അസ്തികായി, ബൈന അസ്തിക എൻ്റെ കൂട്ടുകാർക്കിടയിൽ. ഇനി അടുത്തത് ജലസിന ഞങ്ങളിരുന്നു. ഷജറത്തി മരത്തിൻ്റെ, അപ്പോൾ മരത്തിൻ്റെ താഴെ എന്നാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ അതിന് പദം ഇവിടെ ഇല്ല, അപ്പോൾ നമുക്ക് ദർഫ് കിട്ടണം. അപ്പോൾ അവിടെ എന്താ? മരത്തിൻ്റെ അടുത്ത് എന്ന് കിട്ടണം. അപ്പോൾ ഇന്ദ ഷജറത്തി മരത്തിൻ്റെ അടുത്ത്, മരത്തിൻ്റെ അടുത്ത് ഞങ്ങളിരുന്നു. ഇസ്തൈഖദു അസ്തൈഖദു ഞാൻ എഴുന്നേൽക്കും. സുബഹി പ്രഭാതത്തിൻ്റെ മുമ്പ് എന്ന് കിട്ടണം. അപ്പോൾ കബല സുബഹി പ്രഭാതത്തിന് മുമ്പ്. ഇനി ഡാഷ് അദ്ദാരിസി കിതാബുൻ വിദ്യാർത്ഥി പുസ്തകം എന്നാണ്. അപ്പോൾ വിദ്യാർത്ഥിയുടെ അടുക്കൽ പുസ്തകമുണ്ട് എന്ന് കിട്ടണം. അപ്പോൾ ഇന്ദദ്ദാരിസി വിദ്യാർത്ഥിയുടെ അടുക്കലുണ്ട് കിതാബുൻ പുസ്തകം. ഇനി തവല്ലഇന ഞങ്ങൾ വുദു എടുത്തു. പിന്നെ ഇപ്പോൾ നിസ്കാരത്തിൻ്റെ മുമ്പ് എന്ന് കിട്ടണം. അപ്പോൾ കബില അത് ചേർത്തി കൊടുക്കുക. കബില സ്വലാത്തി നിസ്കാരത്തിന് മുമ്പ്. റജഅത്തു ഞാൻ മടങ്ങി. ഉറൂബ് അസ്തമയം അസ്തമയത്തിന് ശേഷം. അപ്പോൾ റജഅത്തു ബഅദൽ ഉറൂബ് അസ്തമയത്തിന് ശേഷം ഞാൻ മടങ്ങി. ഇനി ബൈത്തി എൻ്റെ വീട് അൽ മദ്രസത്തി വൽ മസ്ജിദ് പള്ളിയുടെയും മദ്രസയുടെയും ഇടയിൽ നിന്ന് കിട്ടണം. അപ്പോൾ ബൈനൽ മദ്രസത്തി ബൈന ചേർത്തി കൊടുക്കുക.
ഇനി ഇവിടെ അറബിയിലാക്കണം. മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അറബി മലയാളം. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ പോയി. അപ്പോൾ ആദ്യം പോയി എന്ന പദം എഴുതണം. അപ്പോൾ ദഹബ അല്ലേ, ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ പോയി എന്നാണ്. അപ്പോൾ ദഹബ്തു ഞാൻ പോയി, മുമ്പ് കബില, ഉച്ച ലുഹുർ, അപ്പോൾ കബില ലുഹുരി. അപ്പോൾ ദഹബ്തു കബില ലുഹുരി, ദഹബ്തു ഞാൻ പോയി, കബില ലുഹുരി ലുഹുറിന് മുമ്പ്. ഇനി പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു. അപ്പോൾ ഞാൻ നിന്നു എന്ന് ആദ്യം കിട്ടണം. കുംതു ഞാൻ നിന്നു, അടുത്ത് ഇന്ത എന്തിൻ്റെ പള്ളിയുടെ മസ്ജിദ്. അപ്പോൾ കുംതു ഇന്ദൽ മസ്ജിദി ഞാൻ പള്ളീൻ്റെ അടുത്ത് നിന്നു. ഇനി ദഹബ്തു ഇലൽ മസ്ജിദി കബിലൽ മഗ്രിബി, ഇതിനെ അറബി മലയാളത്തിലേക്ക് കൊണ്ടുവരണം. ദഹബ്തു ഞാൻ പോയി, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, കബിലൽ മഗ്രിബി അസ്തമയത്തിനു മുമ്പ്. അപ്പോൾ അസ്തമയത്തിന് മുമ്പ് ഞാൻ പള്ളിയിലേക്ക് പോയി. ഇനി അടുത്തത് ശരിബിന അൽ മാ അ ബാദത്വ ആമി, ശരിബിന ഞങ്ങൾ കുടിച്ചു, അൽ മാ അ വെള്ളം, ബാദത്വ ആമി ഭക്ഷണത്തിന് ശേഷം. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചു. ഇനി അടുത്തത് നെക്റോ മിനൽ ഖുർആനി വ നക്തഷിഫു മിന്നു, ഖുർആൻ ഓതിയിട്ട് അതിൽ നിന്ന് കണ്ടെത്തണം. ഇന്ദ, കബില, ബഅദ, ബൈന ഈ 4 ദർഫുകൾ കണ്ടെത്തിയിട്ട് വനഖ്തു തഹ്തഹ നമുക്കതിൻ്റെ താഴെ ഒന്ന് വരച്ചിട്ടാളാം. അപ്പോൾ ഹാദാമിൻ ഇന്ദില്ല, അവിടെ ഏതുണ്ട്, ഇന്ദി എന്നുണ്ട്, അതിൻ്റെ അടിയിൽ വരച്ചാളാം. അതിൻ്റെ അപ്പുറത്ത് വസബ്ബിഹ് ബിഹംദി റബ്ബിക കബില തുലൂഇ ശംസി വ കബില ഗുറൂബിഹ. അപ്പോൾ വസബ്ബിഹ് ബിഹംദി റബ്ബിക കബില, കബിലൻ്റെ താഴെ വരക്കാം. തുലൂഇ ശംസി വ കബില, ആ കബിലൻ്റെ അടിയിലും വരച്ചേക്കാം. പിന്നെ ഇപ്പുറത്ത് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ, അവിടെ ബഅദൻ്റെ താഴെ വരച്ചാളാം. അത് ദർഫാണ്. തആലൗ ഇല കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. അപ്പോൾ ബൈന അവിടേക്ക് 2 ബൈനൻ്റെ അടിയിൽ വരച്ചേക്കാം. ഇനി നൻസഹുൽ കലിമാത്തി അല്ലേ, ഈ കലിമത്തുകൾ എഴുതണം. എന്താണ്, ദഹബ അഹമ്മദുൻ ഇലൽ മക്തബത്തിൽ മദ്രസത്തി മസാഅൻ, അത് അതിൻ്റെ മോൾക്കൂടെ എഴുതിയിട്ട് താഴെയും വൃത്തിയായി എഴുതി കൊടുക്കുക. അതോടുകൂടി ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് 4ാം ക്ലാസ്സിലെയും മറ്റെല്ലാ ക്ലാസ്സുകളിലെയും പാഠങ്ങളൊക്കെ ഇതിൽ കിട്ടും. പ്രത്യേകിച്ച് ലിസാനുൽ ഖുർആൻ മുഴുവൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം കേട്ടോ.